ബിജുചേട്ടനെ എനിക്ക് ഉപമിക്കാൻ തോന്നുന്നു ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അതായത് ബിജുചേട്ടന് ഈ ഉരുളക്കിഴങ്ങിൽ ഇഷ്ടമല്ല. തലവന്റെ തോക്കെടുക്കുമ്പോ ഞാൻ എന്തായി കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തന്റെ പടത്തിൽ തോക്കോ? എന്നെ വിളിച്ചപ്പോ അല്ലു അർജുനാണ് സംസാരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ അല്ലു അർജുന്റെ ശബ്ദം പതിഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രെയിലർ കഴിഞ്ഞ് മമ്മൂക്കയ്ക്ക് നീണ്ടൊരു മെസ്സേജ് അയച്ചു. പുള്ളി അപ്പത്തേനും തിരിച്ച് നന്നായി വരട്ടെടാ, ഓൾ മൈ ബ്ലെസ്സിങ്സ്. ഞാൻ പറഞ്ഞത് ഈ മൊമെന്റ് മുതൽ അങ്ങയുടെ ബ്ലെസ്സിങ് ആണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് സാർ എന്ന് തിരിച്ച് റിപ്ലൈയും പറഞ്ഞു. എട്ടാമത്തെ ഞാനിരുന്നിട്ടുള്ള എല്ലാ ഇന്റർവ്യൂവും ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഗതി. പ്രത്യേകിച്ച് തലവന്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ടോക്കീസിൽ നിന്നുള്ളത് സംവിധായകൻ ജിസ് ജോയ്, ബിജു മേനോൻ, ആസിഫ് അലി, 3 പേരെ സ്വാഗതം ചെയ്യുന്നു. തലവനാണ് താരം. ആരാണ് തലവൻ? തലവൻ ആരാന്ന് മാത്രം നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. അത് സിനിമയുടെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം. കഥയുടെ തലവൻ ഞാനല്ല. എനിക്ക് ആ പേര് കിട്ടിയപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നി. കാരണം വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്, എന്നാൽ വലിപ്പമുള്ള പേരാണ്. ചെറിയ വേർഡാണെങ്കിലും തലവൻ എന്ന് പറയുന്നത് വെയിറ്റേജ് ഉള്ള പേരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമ ഈ പേരിൽ വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൂഗിൾ മുഴുവൻ തപ്പിയിട്ടും അങ്ങനെ ഒരു പടം ഉണ്ടായിട്ടില്ല. പൊതുവേ ഐവിശ്വ സജാർക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ഇത്തരം പേര്, ഇപ്പം മൂർഖൻ എന്നൊക്കെ പോലും പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ തലവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പേര് കിട്ടിയപ്പോൾ. ട്രാക്ക് മാറ്റിയേക്കാണ് ജിസ് ജോയ് പടങ്ങളുടെ ഒരു എന്താ പറയുക, സോ കോൾഡ് ഫീൽ ഗുഡ് പടങ്ങളിൽ നിന്ന് മാറി ഒരു കുറച്ചുകൂടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ മോഡിലുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു പടം പിടിച്ചിരിക്കുകയാണ്. ഈ ട്രാക്ക് മാറ്റാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ട്രാക്ക് മാറ്റാനുള്ള റീസൺ ഉറപ്പായിട്ടും നമുക്ക് ഈ 2020 സംഭവിച്ച കോവിഡ് നമ്മളെ മൊത്തം നമ്മുടെ ആസ്വാദനത്തെയും നമ്മുടെ കാണുന്ന സിനിമകളെയും വായനയും ഒക്കെ മാറ്റിയല്ലോ. മനുഷ്യൻ്റെ എല്ലാത്തരം കാര്യങ്ങളെയും മാറ്റിയല്ലോ. അപ്പോൾ ആ മാറിയ കാലത്തിനനുസരിച്ച് ഇനി കുറേ കൂടെ ഫാസ്റ്റായിട്ടുള്ള എല്ലാത്തരം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമ ചെയ്യണം. ഫീൽ ഗുഡ് മാത്രം ചെയ്യരുത് എന്ന് തോന്നി. കാരണം നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നുള്ള ശ്രമമാണ് കേട്ടോ. വേറെ ഒരു ക്ലെയിമും അല്ല ഞാൻ ഈ പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പ്രേക്ഷകൻ തീരുമാനിക്കുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ ശ്രമം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡയറക്ടറെ അയാളുടെ അടുത്ത സീൻ ഇതായിരിക്കും, ഇയാളുടെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും, ആ ഒരു പ്രഡിക്റ്റബിലിറ്റി തൽക്കാലത്തേക്ക് ഒന്ന് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ആസിഫിക്കയുടെയും ബിജുചേട്ടൻ്റെ ഒരു കോംബോയ്ക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ഒറ്റ പടം കൊണ്ടുണ്ടായ ഒരു ഫാൻ ബേസ് ആണ്. അപ്പം ഇത് ഈ ഫിലിമിനകത്ത് എത്രത്തോളമാണ് വർക്ക്ഔട്ട് ആയിട്ടുള്ളത്? കാരണം നിങ്ങൾ ഈ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ആ അനുരാഗ കരിക്കൻ വെള്ളത്തിൽ അച്ഛനെയും മോനെയും കാണുന്നുണ്ട് എവിടേക്കോ. നിങ്ങളുടെ ആ ഒരു 2 പേർക്കുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തൊരു പ്രകൃതമായിരുന്നല്ലോ അതിനകത്ത്, അതന്നെ ഇതിനകത്തും കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു കോംബോ ഇതിനകത്ത് എങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോംബോ ഞാനില്ല, വളരെ കംഫർട്ടബിൾ കോംബോ ആണ്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. അതിൽ ആസ് യൂഷ്വൽ എന്ന് പറയാൻ പാടില്ല, മകനാണ്. പക്ഷെ ഇതിൽ ഞങ്ങളൊരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കറക്റ്റ് ചെയ്യുന്ന ജിസ് ജോയ്ക്ക് മനസ്സിലാവും ഈ ഫിലിമിന്റെ സ്ട്രെങ്ത്. അത് ഓൾറെഡി സോ കോൾഡ് ചെറിയ സിനിമയും കംഫർട്ടബിൾ സിനിമയും ചെയ്തിട്ട് ഈ സിനിമ ചേട്ടാ ഇത് എടുത്തിട്ട് തീരില്ല, ഡിവൈഡ് ചെയ്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല എന്ന് പറയും. സംഭവങ്ങൾ ഒരുപാടുള്ള, അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പോലീസ് പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുന്നത്. എനിക്കൊന്ന് ഈ 2.5 മണിക്കൂർ സിനിമ എന്ന് പറയുന്നൊരു മാജിക്. ആ 2 മണിക്കൂർ ആൾക്കാരെ എൻഗേജ് ചെയ്യിച്ച് ഓരോ സീൻ ടു സീൻ നമുക്ക് അടുത്ത സീൻ എന്താണെന്ന് കാണാൻ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ സബ്ജക്റ്റും എല്ലാം പോകുന്നത്. ആസിഫിക്ക് ഇതിനു മുമ്പ് പോലീസ് വേഷത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരു പോലീസ് വേഷമാണ്. ബിജുചേട്ടനോടൊപ്പം എനിക്ക് തോന്നുന്നു എതിരാളിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതിൽ തന്നെ ഡയലോഗ് പറയുന്നുണ്ട്, 2 പേര് ഏതാണ്ട് ഒരേ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പം ആസിഫിക്കൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു പോലീസ് വേഷത്തിനോടുള്ള ഒരു അപ്രോച്ച്? ഇതിന് മുന്നേ ഞാൻ ചെയ്ത കുറ്റവും ശിക്ഷയാണെങ്കിലും കൂമനാണെങ്കിലും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറെ മാറ്റം കൊണ്ടുവരണം എന്ന് പേഴ്സണലി എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ ഇതിലെ ക്യാരക്ടറൈസേഷൻ മൊത്തത്തിൽ ഒരു ഈ ചെയ്ത 2 സിനിമകളിൽ നിന്നും ഡിഫറെന്റ് ആണ്. അപ്പം ഇപ്പം കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതില് വലിയൊരു മാജിക് എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം. ഒരു കാര്യമില്ല. ഈ സിനിമയില് നമ്മൾ 2 പേരെയും വെച്ചിട്ട് ഈ പോസ്റ്റർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഈഗോ ഡ്രിവൺ സിനിമയാണോ എന്നുള്ളത്. ഇപ്പൊ അയ്യപ്പനും കോശിയും പോലെ
രണ്ടുപേരും തമ്മിലുള്ളൊരു ഒരു ടഗ് ഓഫ് വാർ ആണോ ഈ സിനിമ ത്രൂ ഔട്ട് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അത്തരത്തിലൊരു സിനിമയല്ല, അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും അല്ല. ഇവർ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഐഡന്റിറ്റീസ് ഉണ്ട്, രണ്ടുപേരുടെയും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലും ഉണ്ട്. അപ്പൊ ഒരിക്കലും അതൊരു ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ അല്ല. ബിജു ചേട്ടനെ എനിക്ക് ഉപമിക്കാൻ തോന്നുന്നു ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അതായത് ബിജു ചേട്ടന് ഈ ഉരുളക്കിഴങ്ങിന് അതായത് ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്, ഏത് കറി കിട്ടാലും ചേർന്ന് പോക്കോളൂ. അപ്പോൾ ബിജു ചേട്ടനെ ഏത് ഇതിൽ കിട്ടി കഴിഞ്ഞാൽ ഏത് കോംബോ ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ആളായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതിലും ചേർന്ന് പോകുന്ന വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ ഉരുളക്കിഴങ്ങ് അല്ലാതെ? അല്ല, അത് ടേസ്റ്റി അല്ലേ, ഉരുളക്കിഴങ്ങല്ലേ ഏറ്റവും ടേസ്റ്റി. അത്രേ ഉള്ളൂ. ആ ഒരു ഫീച്ചർ തന്നെയാണോ ഈ ഒരു കോംബോ ഇതിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? അത് അല്ല, അതായത് എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള, ഞാൻ സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് 2-3 ആഡ് ഫിലിംസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ബിജുചേട്ടനെ വെച്ച് ഒരു ആഡ് വർക്ക് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ബിജുചേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ബിജുചേട്ടൻ്റെ സിനിമകൾ ഒരുപാട് കാണുന്നത്, ബിജുചേട്ടൻ്റെ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കായിരുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. കാരണം ആസിഫിനോട് കഥ പറഞ്ഞു, ഇനി മറ്റേ മെയിൻ ഒത്തിനൊപ്പം ഒരാളും കൂടി വേണമല്ലോ. അപ്പോൾ ബിജുചേട്ടൻ ഇത് എങ്ങനെയെങ്കിലും ഇത് ഓക്കെ പറയണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് എനിക്ക് ഭയങ്കര, ഈ സൺഡേ ഹോളിഡേ സിനിമ ചെയ്യുമ്പോൾ ആ കഥ ശ്രീനിയേട്ടൻ കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും ആ സിനിമയിൽ ഓപ്ഷൻസ് ഉണ്ട്, ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടറിന് ഓപ്ഷൻ ഇല്ല. അല്ല, എന്ന് പറയണ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഈ ക്യാരക്ടർ ബിജുചേട്ടൻ തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അത് മനോഹരമായിട്ട് ബിജുചേട്ടനെ ചെയ്തിട്ടുമുണ്ട്. ബിജുചേട്ടൻ ഒരിക്കലും നമ്മളോട് ഒരു ഇന്റർവ്യൂവിന് ഗരുഡിന്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പോലീസ് വേഷങ്ങളുടെ ഒരു കുത്തൊഴുക്കിനെ കുറിച്ചിട്ട്. കുത്തൊഴുക്കുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതിനകത്ത് ബിജുചേട്ടൻ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറിനിടെ സ്ഥലം വിട്ടു പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞൊരു പോലീസ് വേഷമായിരുന്നു. അച്ഛൻ പോലീസായിരുന്നു, പക്ഷെ അച്ഛൻ നല്ലൊരു പോലീസായിരുന്നു, എനിക്ക് കിട്ടിയത് മൊത്തം മോശം പോലീസ് വേഷങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലവനിലെ പോലീസ് വേഷമായിട്ട് ജിസ്റ്റോ ചേട്ടൻ സമീപിച്ചപ്പോൾ ഈ ഒരു ചിന്ത പിന്നെയും വന്നിട്ടുണ്ടെന്നോ, വീണ്ടും പോലീസ് വേഷമാണല്ലോ. പോലീസ് വേഷം ചെയ്യാൻ കുറേ ഒരുപാട് പടങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്ലെൻഡ് ചെയ്തു പോയി. നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്യുന്നുള്ളൂ, അതിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് പോലീസ് വേഷങ്ങൾ, പക്ഷെ അത് വേഷത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പോലീസ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിഫോമിൽ കാണുന്നുള്ളൂ, പക്ഷേ കഥയൊക്കെ പലതിലും വ്യത്യാസമില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പക്ക ഒരു പോലീസ് ബേസ്ഡ് ആണ് ഇതിൻ്റെ സിനിമയും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തോന്നുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടായിരിക്കണമല്ലോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് വളരെ പെർഫോം ചെയ്യാനുണ്ട്, പിന്നെ ടോട്ടലി ആൾക്കാരെ എൻഗേജ് ചെയ്യുന്ന സിനിമയാണ്, പിന്നെ കൊമേഴ്സ്യലി വയബിൾ ആവുന്ന സിനിമയാണ്. എല്ലാം കൊണ്ടും ചെയ്താൽ കുഴപ്പമില്ല, നന്നായിരിക്കും തോന്നുന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സിനിമ ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു അങ്ങനെ നമുക്കൊരു ടിപ്പിക്കൽ ഒരു ക്ലീഷയോ അങ്ങനെ തോന്നുന്നൊരു ഇത് തോന്നി ഇല്ല. ആസിഫിക്ക ആയാലും ആസിഫിക്ക് ഏത് വേഷം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മലയാളികൾക്കിടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഏത് വേഷത്തിലായാലും ശരി, നമുക്കറിയുന്ന പയ്യൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. ഇതിന് ബ്രേക്ക് ചെയ്യാൻ ആസിഫിക്ക തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരിക്കാം? സ്ക്രിപ്റ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സ്ക്രിപ്റ്റുകളാണ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഉയരെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്യരുത്, ആസിഫിനെ ആളുകൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ അത് ഒരു വെറുപ്പായി മാറരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പം ചോദിച്ച പോലെ എനിക്കത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് ആണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സമയത്ത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ലോക്കായി കിടന്നാണ് ഞങ്ങൾ കുറേ പേര്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കുറെ കൂടെ ഫാമിലി ഓഡിയൻസിൻ്റെ അടുത്തേക്ക് റീച്ച് കിട്ടുന്ന ഒരു സിനിമ ചെയ്തത് സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സമയത്ത് ചില തോന്നലുകൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും. സൺഡേ ഹോളിഡേ ഒക്കെ അത്രയും പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു മൂവി ആയിരുന്നു. പക്ഷെ അതിന് ഇത്രത്തോളം ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിലെ പാട്ടുകൾക്കായാലും ആ ഫിലിമിനായാലും ഇത്രയും റെക്കഗ്നീഷൻ കിട്ടുന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. അത്രയും റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ സൺഡേ ഹോളിഡേയുടെ പ്രിവ്യൂ ഞാൻ എപ്പോഴും പറഞ്ഞു, സൺഡേ ഹോളിഡേയുടെ ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ 10-25 പേരുടെ ഒരു പ്രിവ്യൂ നടക്കുവാണ്. ഈ പ്രിവ്യൂ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ സിനിമ പൊട്ടും എന്ന് വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടും എന്നെ വിഷമിപ്പിക്കാത്ത രീതിയിലും ഒക്കെ മാറ്റി നിർത്തി ഇങ്ങനെ ഒന്ന് പറയാം. ഈ ലൈനിലാണ് പോയത്. ഒരാൾ പോലും, നോട്ട് ഈവൻ സിംഗിൾ പേഴ്സൺ, ഒരാൾ പോലും ഇത് സിനിമ ഓടും എന്ന് പറഞ്ഞില്ല. എല്ലാവരും പോയി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് ഞാനും ദീപക് ദേവ് മാത്രമായിട്ട് സ്റ്റുഡിയോയിലിരിക്കുകയാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടി ചെയ്ത പാട്ടുകളും സിനിമയൊക്കെ, ഇത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. എല്ലാവരും ഇങ്ങനെ പറയും, ഒരാളെങ്കിലും ഇത് ഓടുമെന്ന് പറയണ്ടേ. അപ്പോൾ ദീപക് എന്നോട് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമുണ്ട്. ഈ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കുറച്ച് കാലത്തേക്ക് ഈ പരിപാടി നിർത്തണം. കാരണം നമ്മളുടെ ജഡ്ജ്മെൻറ്റിൽ എന്തോ കാര്യമായി തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം.
എന്നുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ഇതാണ്, അന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ തിയേറ്ററിലേക്ക് പോകുമ്പോൾ പോലും പ്രതീക്ഷയില്ല. ഞാൻ ആദ്യത്തെ ഷോ കാണാനായിട്ട് പത്മ തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, ഒരു വെള്ളിയാഴ്ച. അന്ന് ഞാനൊരു യൂബറിൽ പത്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലുലുവിലെ തിയേറ്ററിൻ്റെ മാനേജർ കണ്ടിട്ട് ഫസ്റ്റ് കോൾ അവിടെ നിന്നാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരിക്കും എന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ ഇനി അങ്ങോട്ടെന്ന് ആദ്യമായിട്ട് പറയുന്നത് പുള്ളിയായിരുന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ ഇവരുടെ കോമ്പോനെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മറ്റൊരു കോമ്പോയാണ് നിങ്ങളുടെ. ജിസ് ചേട്ടൻ എന്തുകൊണ്ടാണ് ആസിഫിക്കനെ വിടാണ്ട് പിന്തുടർന്നത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇതാ. ഞാൻ കഴിഞ്ഞ ദിവസം ആസിഫിനോട് ട്രെയിലർ ലോഞ്ചിൽ വെച്ച് പറയായിരുന്നു, ആസിഫ ആൾക്കാർ പറഞ്ഞ് ലാസ്റ്റ് നീ ഇനി ഒരു ചേഞ്ചിന് വേണ്ടി റേറ്റ് കൊടുക്കണ്ടെന്ന് വിചാരിക്കരുത്. അല്ലെന്നേ ഇപ്പൊ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയിൽ പോലും ആസിഫിന്റെ പ്രായത്തിനും ആസിഫിന്റെ ബോഡി ലാംഗ്വേജിനും ടാലന്റിനും മാച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പം നമ്മൾ നാളെ ഒരു എന്താ പറയുക, ഇപ്പോൾ വെള്ളിമൂങ്ങയിലെ കഥാപാത്രം ആലോചിക്കുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ ആസിഫിൻ്റെ കഥാപാത്രം ആലോചിക്കണമെന്നില്ല, അല്ലെങ്കിൽ ദൃശ്യത്തിൽ ലാൽ സാറിന് ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആലോചിക്കുമ്പോൾ ഇത് ഞാൻ ആലോചിച്ചത് മുഴുവൻ വന്നു ചേർന്നതാണല്ലോ, നമ്മൾ പുറകെ പോയതല്ല. ഇനി പറ്റും, ഇപ്പം അങ്ങനെ ആയി. മറ്റേ ആൾക്കാർക്ക് ഈ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊരു സംഗതി കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മനസ്സിലും കണ്ണടച്ചാൽ ഈ മറ്റേ എന്താ പറയുക ഹണി ബീയും സോൾട്ട് ആൻഡ് പെപ്പറും ആയിരുന്നു. അതിൽ നിന്ന് ആസിഫ് മാറി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സ്ലീവാച്ചനും ആസിഫ് ഇപ്പം നേരത്തെ പറഞ്ഞ എനിക്ക് ഉയരെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ കഥാപാത്രം ഗോവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. ഈ ആസിഫിക്ക് എന്തൊരു ഇതിലാണ് ജിസ് ചേട്ടൻ വന്നിട്ട് ഒരു കഥ പറയുമ്പം കയറിയിട്ട് അങ്ങ് ഓക്കെ പറയുന്നത്? എന്തായിരിക്കും ആ ഒരു ഫസ്റ്റ്? അത് ഒരു കോൺഫിഡൻസ് തന്നെയാണ്. എനിക്ക് ജിസന്റെ ജഡ്ജ്മെന്റിലുള്ള ഒരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി അതിനകത്തുണ്ട്. പിന്നെ സ്ക്രിപ്റ്റും എൻ്റെ അടുത്ത് ബൈസിക്കിൾ തീവ്സ് എൻ്റെ അടുത്ത് പറയാൻ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇരുന്ന് കേൾക്കുമ്പോൾ എല്ലാ 5 മിനിറ്റ് 10 മിനിറ്റിൽ അതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ജിസിനെ ശ്രദ്ധിക്കുന്നതും ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം തുടങ്ങുന്നതും. ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് അത് തിയേറ്ററിൽ കാണുമ്പോൾ എന്നോട് പറഞ്ഞതിനേക്കാൾ മുകളിൽ ആ സിനിമ ചെയ്യാൻ ജിസിന് പറ്റി. എഗെയിൻ കുറേ നാളുകൾക്ക് ശേഷം സൺഡേ ഹോളിഡേ പറയുമ്പോൾ ശരിക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 50-50 മൈൻഡിലാണ് ഞാൻ സൺഡേ ഹോളിഡേ ചെയ്തത്, ടു ബി വെരി ഫ്രാങ്ക്. കാര്യം ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അന്ന് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് സൺഡേ ഹോളിഡേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സൊന്നും അറിയാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗിൽ വിശ്വസിക്കുന്ന ഒരു ജനറേഷൻ അല്ല ഞാൻ വളർന്നു വന്ന സാഹചര്യവും. അല്ലെങ്കിൽ അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണർ ആയിരുന്നു. എഗൈൻ വിജയ് സൂപ്പറും പൗർണമിയിലേക്ക് വന്നപ്പോൾ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് മേക്കിങ്ങും അതിൻ്റെ ഒരു ആംബിയൻസും മൂഡും എല്ലാം ജിസ് കൃത്യമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു അഡ്വർടൈസിങ്ങിനുള്ള ജിസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് വിജയ് സൂപ്പറിലാണ്. അപ്പോൾ ആ സിനിമ പ്രത്യേകിച്ച് നമ്മളൊരു റീമേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഉണ്ട് ഈ കമ്പാരിസൺ വരുന്നത്. അത് തെലുങ്കിൽ വലിയൊരു ഹിറ്റായ സിനിമയായിരുന്നു. അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യാൻ പല സംവിധായകരോടും ഇവർ അപ്രോച്ച് ചെയ്യുകയും അവരെല്ലാം ഈ റിസ്ക് കൺസിഡർ ചെയ്ത് ആ സിനിമ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജിസ് അത് കണ്ടിട്ട് അതിലൊരു പോയിന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് നമ്മളുടെ ഒരു നെറ്റീവിലേക്ക് മാറ്റി അത് ചെയ്തപ്പോൾ അതിൽ സക്സസ് ആവുകയും ചെയ്തു. അപ്പൊ എനിക്ക് ജിസിന്റെ ജഡ്ജ്മെന്റിലുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ആ സ്ക്രിപ്റ്റ് ജിസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന സ്ക്രിപ്റ്റുകളെല്ലാം എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ഇന്നലെ വരെ എന്ന സിനിമ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു. ഇപ്പം ഞങ്ങൾ പല സമയത്തും ഇപ്പം ചില സിനിമ ഇന്നലെ വരെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഭയങ്കര മോശമായ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ജിസിനെ വിളിച്ചിട്ടോ അറം പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗൈൻ ഈ സോകോൾഡ് അല്ല ജിസിന്റെ ഒരു എന്താ പറയുക ഒരു പവർ എന്ന് പറയുന്ന ഫീൽ ഗുഡ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് തലവൻ പോലുള്ള ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ അതെനിക്കൊരു ഭയങ്കര പുതുമയായിരുന്നു. ആ കാറ്റഗറി ബ്രേക്ക് ചെയ്ത് ജിസ് മുന്നോട്ട് വന്നു എന്നുള്ളത്. ഈ സിനിമ ഇപ്പൊ ജിസിന്റെ കൂടെ സിനിമയ്ക്ക് പോകുമ്പോൾ വയലൻസ് ഉള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ജിസ്. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് കരഞ്ഞിറങ്ങി വരണത് ഇഷ്ടമല്ല. കരഞ്ഞിറങ്ങി വരാൻ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല ബ്ലഡ് ഷെഡും ഷൂട്ട് ഔട്ടും ഉള്ള സിനിമകൾ ജിസിന് ഇഷ്ടമല്ല. തലവന്റെ തോക്കെടുക്കുമ്പോ ഞാൻ എന്തായി കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തന്റെ പടത്തിൽ തോക്കോ? അപ്പൊ അങ്ങനെയുള്ള ജിസിനും ഇവോൾവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്വഭാവം ഉണ്ട്. അത് ആണ് ചിലപ്പം അങ്ങനെ ആ ഒരു റിലേഷൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരി, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ജിസ് ചേട്ടന്റെ ഒരു ട്രോള്
ആ ഒരു ഡയലോഗാണ്. അടുത്ത് നിൽക്കുന്നവന്റെ ഉള്ളറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും പാവങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗാണ്. ഇതിന്റെ തന്നെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്ന റിയാക്ഷൻ ഇതായിരുന്നു. ധ്യാൻ ചേട്ടൻ ഏതോ ഒരു സിനിമയിൽ ചെയ്ത ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഡേയ് ജിസ് ജോയ് ഇത് നീയാന്നുള്ള സാധനം ഞാൻ കമന്റ്സ് എല്ലാം വായിച്ചു. കുറേ നേരം കമന്റ്സ് ട്രെയിലർ റിലീസായ അന്ന് വളരെ വൈകി രാത്രി 3 മണി മറ്റേ വീടെത്തിയപ്പോൾ. പക്ഷെ അപ്പോൾ വീടെത്തിയിട്ട് അതെല്ലാം ഒരുപാട് കമന്റ്സ് വായിച്ചിട്ടാണ് കിടന്ന് വാങ്ങിയത്. രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കുറേ ഉണ്ട്. ഈ പറഞ്ഞെല്ലാം കണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സംഭവം കാണുമ്പോൾ പ്രേക്ഷകര് ചേട്ടനെ കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു നന്മ, ഒരു നന്മ നിറഞ്ഞ ഒരു ലോകമാണ് ജിസ് ജോയ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പൊളിച്ചെഴുതാൻ പോവാണ്. അപ്പൊ ആ ഒരു ആശങ്കയുണ്ടോ? എനിക്കങ്ങനെ ഒരു ആശങ്കയില്ല. എൻ്റെ കാരണം പറയട്ടെ, ഞാൻ സിനിമയിലൂടെ പ്രീച്ച് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, പ്രീച്ച് ചെയ്തിട്ടില്ല കേട്ടോ. എതിരെ നിൽക്കുന്നതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ എല്ലാവരും പാവങ്ങളാന്ന് ഒരു അമ്മ അയാളുടെ മകനെ പിടിച്ച് ഇടിച്ചതിൻ്റെ പേരിൽ പറയുന്ന സിനിമയിൽ KPS ഉള്ളത് ചേച്ചി, അല്ലാതെ അത് നാട്ടുകാർ പ്രീച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഞാൻ അതെൻ്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളെ കണ്ടിട്ടില്ല. അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി കിടന്നുറങ്ങുന്നവരെ മോശമായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കുറേ ക്രൂരത ചെയ്യണം, ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാവരും ഒരു പോയിന്റിൽ അല്ലേ ആ സാഹചര്യങ്ങളാക്കുന്നതാണ്. അപ്പോൾ അതാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, സിനിമയിൽ എപ്പോഴും സോൾ ഉണ്ടാവണം. അതിപ്പോൾ ഒരു കഥാപാത്രത്തെ വെക്കുമ്പോൾ അയാൾക്കൊരു ബയോഡാറ്റ പറയാനുണ്ടാവണം. ചിലപ്പോൾ ഒരു സീനിലേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് ഒരു വാചകത്തിൽ കൊണ്ടുവരാം നമുക്ക്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ മോളിരുന്ന് പാടി പഠിക്കുകയാണ് ഒരു പാട്ട്, എൻ പൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട് പാടി, പപ്പയുടെ സന്താപൂസിലെ. അപ്പോൾ ഈ പാട്ട് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആ പാട്ട് കുറേ നാളിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ബിച്ചു തിരുമല സാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്ന് പുള്ളി എഴുതി വെച്ചിരിക്കുന്ന അനുപല്ലവിയിൽ 2 വാക്കിലാണ്. അതായത്, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ. 2 വേർഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് ഒരു ആർട്ടിസ്റ്റ്. നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം ബിജുവിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പം മുതൽ വൈകുന്നേരം വരെ നമ്മൾ നന്മ ക്രൂരത ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല പറഞ്ഞത്. പക്ഷെ ബിജുവിന്റെ ക്യാരക്ടറിൽ കുറെ ചെയ്ത കഥാപാത്രങ്ങൾ കുറെ പേര് അങ്ങനത്തെയാണ്. അപ്പൊ ബിജുചേട്ടൻ ഓരോ കഥ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ക്രൂര കഥാപാത്രങ്ങൾ വരുമ്പോൾ ബിജുവിന്റെ മൈൻഡിലേക്ക് ആദ്യം ഓടുന്ന സംഭവം എന്തായിരിക്കും? ബിജുചേട്ടൻ്റെ ക്രൂര ക്യാരക്ടർ അടുത്ത് കണ്ടത് ബിജുചേട്ടൻ പണ്ട് വളരെ പണ്ട്. ഓക്കെ, പിന്നെയല്ല ഒരു അന്നൊക്കെ സിനിമ നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ കാണുന്നത്. നമ്മൾ സിനിമയിൽ വന്നു, നമ്മുടെ പ്രൊഫഷൻ ഇതാണെന്നും തീരുമാനമായിട്ടില്ല, ഓരോ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ തീരുമാനം ഇപ്പൊ എവിടെ വന്നിട്ടുണ്ടാവുക? തീരുമാനം കുറേയൊക്കെ ഉണ്ട്. നമുക്കൊരു ആക്സെപ്റ്റൻസ് വരില്ല, ആൾക്കാർക്ക് ഒരു ആക്സെപ്റ്റൻസും. പിന്നെ സിനിമ മാറുന്നതിനനുസരിച്ച് ഇപ്പം അന്നത്തെ സിനിമകൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ സിനിമകൾ മാറുന്ന നമ്മൾ പറയുന്നത് മറ്റുള്ളവർ നമ്മളെ കൂടുതൽ കണ്ടു. ഈ സോഷ്യൽ മീഡിയ എല്ലാം വന്നപ്പോൾ കുറേ കൂടെ നമ്മുടെ കുറവുകൾ നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ പ്രശ്നമുള്ള ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും. അതിന് ബെറ്റർമെന്റ് നമ്മളിപ്പോഴും ശ്രമിക്കും. ആ രീതിയിൽ ഇപ്പോൾ പ്രൊഫഷൻ ഇതാണെന്ന് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്, നന്നാക്കാൻ ശ്രമിക്കുന്നു. എന്നാലും ബിജുചേട്ടൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇമേജ് മാറ്റിയ ഒരു ക്യാരക്ടർ എന്ന് പറയാനായിട്ടാണെങ്കിൽ ഏതായിരിക്കും? നമ്മളോട് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ജോസ് ആയിരിക്കും തോന്നുന്നു. അതോ അതെ, ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് പൊളിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥാപാത്രം അതായിരിക്കും? തീർച്ചയായിട്ടും എനിക്കൊരു ഹ്യൂമർ സൈഡിൽ എനിക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത് അതിലാണ്. അതിന് മുമ്പ് നമ്മൾ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നെല്ലാം സീരിയസ് ജോണർ അതിന് കവർ ചെയ്തിരുന്നു. എൻ്റെ ഒരു സീരിയസ് ഇമേജ് നമ്മൾ പറഞ്ഞ ഹ്യൂമർ ആണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് അടുത്ത ഷോട്ടോ സീനോ വന്നു പോകും, അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇതിപ്പോൾ ടൈറ്റിൽ തൊട്ട് പിന്നെ ഒരു ദിലീപ് മൂവിയുടെ ഒരു ഹ്യൂമർ എന്നുള്ള രീതിയിലും ആ ക്യാരക്ടർ അപ്പിയറൻസ് വെച്ചിട്ട് കാര്യമായിട്ട് എനിക്ക് ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും അതിൽ ഒരുപാട് ഹ്യൂമർ സൈഡ് ഓപ്പൺ ആയി. പിന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയി വന്ന ഓർഡിനറി ആണെങ്കിലും സീനിയേഴ്സ് വിളിമുങ്ങ അങ്ങനെ വന്നപ്പോൾ ഹ്യൂമർ ജോണർ ഓപ്പൺ ആയി. ഇങ്ങനെ കുറച്ചും കൂടെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോഴാണ് ആൾക്കാർ കൂടുതലൊരു ഇഷ്ടം, ഒരു ആർട്ടിസ്റ്റിന് ഒരു റെക്കഗ്നീഷൻ അല്ലാതെ ഒരു ഇഷ്ടം നമ്മളോട് കൂടുതൽ വന്ന് കുറച്ചും കൂടെ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയാണ് ഷെല്ല് ബ്രേക്ക് ചെയ്ത് കിട്ടിയത്. മേരിക്കുള്ള കുഞ്ഞാട്ടിൽ പോലും ഹ്യൂമർ ചെയ്തിരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. അതെ, സത്യം. കിണറ്റിൽ വീണ ഓക്സിജൻ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ അതിപ്പോഴും പറഞ്ഞിരിക്കുന്ന കുറെ നല്ല മുഹൂർത്തങ്ങളാണ് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ബിജുചേട്ടൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുകളുടെ കേസ് പറഞ്ഞു. സിനിമ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ ചിത്രങ്ങളും ഇപ്പം എല്ലാം വിജയിക്കണം എന്നില്ല, മിക്കതും ചിലത് പരാജയങ്ങളാവാം. അപ്പം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്തായിരിക്കാം? സിനിമയുടെ ഒരു വിജയമായിരിക്കുമോ? ഇത്രയും നീണ്ടൊരു യാത്രയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അതോ ഇതുപോലെ സിനിമയുടെ വിജയം നമുക്കൊരു ആ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ
വർക്ക് കുറേ നാൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് അത് പ്രേക്ഷകർ കാണുകയും അവർക്കത് ഇഷ്ടമാവുകയും ഒരു കൊമേഴ്സ്യലി വയബിളും കൂടെ ആകുമ്പോൾ നമുക്കൊരു പൂർണ്ണത വരും, ഒരു സന്തോഷം വരും. അല്ലെങ്കിൽ എഫേർട്ട് വാല്യൂ ഇല്ല ചെയ്യാതെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിയതിനെ നമ്മളൊന്ന് പുനഃപരിശോധിക്കും. നമ്മുടെ ജഡ്ജ്മെന്റ് പ്രശ്നമാണോ എന്താണെന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ആലോചനകൾ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യും. ജിജോ ചേട്ടനെ എനിക്ക് തോന്നുന്നു മൾട്ടി ടാലന്റഡ് ആണ്. പല പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. പരസ്യ സംവിധാനത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സിനിമയിൽ സംവിധായകനായി, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, പാട്ട് എഴുതുന്നുണ്ട്, ഈ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്താ പറയാ, നമുക്ക് ഇപ്പോൾ പോലും ചേട്ടനോട് സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ചപ്പോ അല്ലു അർജുനാണ് സംസാരിക്കുന്നത്. അല്ലു അർജുനോ? അതെ, അല്ലുവിനെ മല്ലുവാക്കിയ ശബ്ദമാണ്. ഇപ്പോഴും ആ ഒരു തന്നെയല്ലേ നിൽക്കുന്നത് പറഞ്ഞ മാതിരി. എനിക്ക് തോന്നുന്നു ജിച്ചേട്ടനെ വേറൊരാൾക്ക് ഡബ് ചെയ്യാൻ ഇനി സാധിക്കില്ലായിരിക്കും അല്ലേ? എനിക്ക് തിരിച്ചും അതെ, കറക്റ്റാ ചോദ്യം. തിരിച്ചും പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആസിഫിൻ്റെ ഒരു സിനിമയിൽ ആസിഫ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതിന് പോലെ മറ്റൊരു ഹീറോ കൂടിയുണ്ട്. 3 ദിവസത്തെ ഡബ്ബിംഗ് ആയിരുന്നു. ആദ്യത്തെ 2 ദിവസത്തെ എൻ്റെ ഫുൾ ആ ഹീറോയ്ക്ക് ഞാനാണ് ഡബ് ചെയ്യുന്നത്. ഞാൻ 2012 ഫുൾ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഫുൾ ഇനി 3-4 സീനും കൂടെ കഴിഞ്ഞ് കഴിയും. 3-ാമത്തെ ദിവസത്തെ ഡബ്ബിങ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഡയറക്ടർ വന്നു. അവിടെ ഒരു ചെറിയ ബ്രേക്ക് കൊണ്ട് ഇരുന്ന് ഭയങ്കര ഡിസ്കഷൻ. അത് കഴിഞ്ഞ് ഈ ഡയറക്ടർ വളരെ സീനിയർ ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിദ്ദേഹം വന്നിട്ട് താനാണോ ഈ അല്ലു അർജുന് ശബ്ദം കൊടുക്കുന്നത്? അപ്പം അതെ, അന്ന് അല്ലുവിന് തുടങ്ങിയിട്ട് 2007 തുടങ്ങിയത്, ഇത് 2012, 5 വർഷമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അതെ സാർ. അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം നമുക്ക് ഇയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇത് ഡബ്ബിങ് മാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ പണി പാളിയേനെ എന്നുള്ള സാധനം ഉണ്ടല്ലോ. അങ്ങനെ വേറെ ആർക്കും ഫിറ്റ് ആവില്ല വോയിസേ. അതുപോലെ തന്നെ അദ്ദേഹത്തിനും വേറൊരാൾക്ക് ഇനി ചിന്തിക്കാനും പറ്റില്ല. അതെ 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 അല്ല, മലയാളികളുടെ മനസ്സിൽ അല്ലു അർജുന്റെ ശബ്ദം ഇതാണ്. പതിഞ്ഞിട്ടുണ്ട്. അതെ, ഒറിജിനൽ ഡബ് ചെയ്താലോ? അതുവരെ ഞാൻ ഒരുപാട് 600 ചില്ലാണ് സിനിമകൾക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. വിസ്മയ തുമ്പത്ത് എന്ന് പറയുന്ന സിനിമയിൽ വില്ലൻ്റെ എൻ്റെ ശബ്ദമാണ്, ഓർഡിനറിയിൽ ജിഷ്ണുവിന് എൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഞാൻ അങ്ങനെ എന്താ പറയുക, മറ്റേ കടലിൽ മീൻ നീന്തി തുടിക്കുന്ന പോലെ പലതരം ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട് മനുഷ്യനാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബിജേട്ടാ, ഇതുവരെയുള്ള ബിജേട്ടൻ്റെ ഒരു കരിയറിൻ്റെ ഒരു യാത്രയാണ് ബിജേട്ടൻ്റെ ഒരു ഒറ്റ വാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാം? സന്തോഷം. സംതൃപ്തി, സന്തോഷം. സന്തോഷം. എന്നെ കുറച്ച് ലെങ്തി ആയിട്ട് പറയുമെങ്കിലോ? വളരെ സന്തോഷം. ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തുടങ്ങുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞതാണ് 10th മാർക്ക് വെച്ചിട്ട് PG ജോയിൻ ചെയ്തപ്പോൾ 4th ഗ്രൂപ്പാണ് കിട്ടിയത്. 4th ഗ്രൂപ്പ് ആയതുകൊണ്ട് BCom ജോയിൻ ചെയ്യേണ്ടി വന്നു. BCom കഴിഞ്ഞു. എന്ത് ചെയ്യുന്നത് അറിയാണ്ട് പകച്ച സമയത്ത് ഒരു സീരിയലിന് വേണ്ടി വിളിച്ചു. സ്ക്രീൻ ടെസ്റ്റിന് പോയി, അത് കിട്ടി. അതിൻ്റെ 2ാം ഭാഗം സിനിമയായി. ഇപ്പോൾ സിനിമയിൽ വന്നു. ഇപ്പോൾ സിനിമയാണ്. സന്തോഷമായിട്ട്. ഇപ്പോൾ ബീച്ചേട്ടൻ ചെന്നൈയിൽ മുരുകദോസിൻ്റെ സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഉപകഥ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ ദുബായിൽ അലൻസാരി എക്സ്ചേഞ്ചിൻ്റെ ഒരു ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്യാണ്. മാധവനാണ് അംബാസഡർ. അഭിനയിക്കേണ്ടത് മാധവനാണ്. ഞാൻ മാധവൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപത്തെ ആഡ് ഫിലിം എടുത്തവരൊക്കെ എന്നോട് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ പുള്ളി കൊടയും, ഭയങ്കര പ്രശ്നം. അല്ല, ഈ മാധവൻ, അതായത് നടൻ മാധവൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യം 10-750 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടി. കാരണം ഇത് ഇങ്ങനെ പറഞ്ഞ് ബിൽഡപ്പ്, അതും ഷൂട്ട് ചെയ്യേണ്ടത് ദുബായിലാണ്, ഹെക്റ്റിക്കാണ്. 2 ദിവസം കൊണ്ട് 5 ആഡ് ഫിലിംസ് തീരണം. അപ്പോൾ മാധവൻ സാറ് പറഞ്ഞു ഇയാൾ ഡയറക്ടർ വരുമ്പോൾ തന്നെ, മറ്റന്നാളാണ് ഷൂട്ടിങ്, വരുമ്പോൾ തന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് വരണം, എങ്ങനെയാണ്? ഞാൻ പോയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നിട്ട് ചോദിച്ചു കൺവിൻസ് മീ, ഹൗ ക്യാൻ യു ഷൂട്ട് ഇൻ 2 days ദീസ് മച്ച് ഓഫ് ആഡ് ഫിലിംസ്? ഞാൻ എൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആർ യു ഇൻ ടു ആഡ് ഫിലിംസ് ഓൺലി? ഞാൻ നോ സാർ, ഐ ആം ഇൻ ടു ഫീച്ചർ ഫിലിംസ് ഓൾസോ. ഓ, വിച്ച് ഇസ് യുവർ ന്യൂ പ്രോജക്ട്? ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് വിത്ത് ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി. ഹു? ബിജു സാറാ? ബിജു സാറാ? വി ഹാവ് ഡൺ എ മൂവി കോൾഡ് തമ്പി. പിന്നെ പുള്ളി ഭയങ്കര വാതോരാതെ സംസാരിച്ചിട്ട് ഇവർ ഭയങ്കര പുലിയാണെന്ന് പറഞ്ഞ മാധവൻ വളരെ പൂച്ചക്കുട്ടിയായിരുന്നു. അത് ഞാൻ ബീച്ചറിനോട് പറഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. തലവൻ റിലീസിന് എത്തുന്നത് വലിയൊരു ക്ലാഷാണ്. ഒരു 2 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ അല്ലെങ്കിൽ 2 മാസ് ചിത്രങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്, ഒരു ടൈമാണ്. അപ്പം ആ ഒരു സംഭവം ഒരു എപ്പോഴെങ്കിലും ഒരു ടെൻഷനോ ആശങ്കയ്ക്കോ ഒരു കാരണമായിട്ടുണ്ടോ? അല്ല, ഓരോ സിനിമകളുണ്ട്. നമ്മുടെ എന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും സിനിമകളും റിലീസാവുന്നു. പക്ഷേ നമ്മളതിൽ മറച്ചു വെക്കാനില്ല. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നാച്ചുറലി ഉണ്ടാവും.
അപ്പോൾ എന്താണ് കണ്ടന്റ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ കണ്ടന്റാണ്, വലിയ വലിയ പടങ്ങളുമാണ് നമ്മൾ ഇറക്കുന്നത്. നമ്മൾ വളരെ ജെന്യുവൻലിയാണ് സിനിമയെ അപ്രോച്ച് ചെയ്തിട്ട്, വളരെ സിൻസിയറായിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ട്. നമ്മുടെ എഫേർട്ട് സിൻസിയറാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസവും. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 100% ചെയ്തിട്ട് ധൈര്യസമേതം ഇറക്കാണ്. മമ്മൂക്കയുടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയുടെ കടുത്ത ആരാധകരാണ് നമ്മൾ 3 പേര്. മമ്മൂക്ക ലാൽ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ഒരു പടത്തിൻ്റെ ഈ പടം ടർബോ പ്രീപോണ്ട് ചെയ്യായിരുന്നല്ലോ. ഞങ്ങൾ ഡേറ്റ് വയ്ക്കുമ്പോൾ ടർബോ റിലീസ് വെച്ചിട്ടില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ട്രെയിലർ കഴിഞ്ഞ് മമ്മൂക്കയ്ക്ക് നീണ്ടൊരു മെസ്സേജ് അയച്ചു. പുള്ളി അപ്പോഴത്തേനും തിരിച്ച് നന്നായി വരട്ടെടാ, ഓൾ മൈ ബ്ലെസ്സിങ്സ്. ഞാൻ പറഞ്ഞത് ഈ മൊമെൻ്റ് മുതൽ അങ്ങയുടെ ബ്ലെസ്സിങ് ആണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് സാർ എന്ന് തിരിച്ച് റിപ്ലൈയും പറഞ്ഞു. അത് മതി, മമ്മൂക്കയുടെ ബ്ലെസ്സിങ് ഉണ്ട്. ആസിഫിക്കിനോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, അനുരാഗക്കരിക്കും വെള്ളത്തിലെ ഒരൊറ്റ സീനിന് ഇപ്പോഴും ആരാധകരുണ്ട്. ബിജുചേട്ടൻ്റെ അടി കിട്ടിയതിന് ശേഷം ആസിഫിയുടെ മുഖത്ത് വരുന്ന കുറച്ച് റിയാക്ഷൻസ്, ഭയങ്കര സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ്, അതിനെപ്പറ്റി ആരെങ്കിലും എപ്പോഴും സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് 3ാമത്തെ എട്ടാമത്തെ ആണല്ലേ? ഞാൻ ഇരുന്നിട്ടുള്ള എല്ലാ ഇന്റർവ്യൂവും ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഗതി. പ്രത്യേകിച്ച് അടി കിട്ടേണ്ടി വന്ന അവന് റിയാക്ഷൻ പറയാം. നല്ലതാണ്. ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ആ ഒരൊറ്റ സീനിന്. അത് പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാള് അയാൾക്കൊരു പ്രത്യേകത തോന്നി, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ സംസാരിച്ചു, ഞാൻ വീണ്ടും എടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സീൻ കാണുമായിരുന്നേ. അത് ഈ എക്സ്പ്രഷൻ്റെ അപ്പുറമേ ആസിഫിൻ്റെ ആ സമയത്ത് മൊത്തം ബോഡി ലാംഗ്വേജ് ഭയങ്കര അടി കഴിഞ്ഞ് ബീച്ചൻ രണ്ടാമത് കൈ അനക്കുമ്പോൾ ഈ ആസിഫിൻ്റെ ആ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് മുഖത്ത് വരുന്ന എക്സ്പ്രഷനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാ. ചിലപ്പോ ഒരെണ്ണം കിട്ടാൻ സാധ്യത എനിക്ക് തോന്നിയുണ്ടായി. അത് പ്ലാൻഡ് ആയിരുന്നല്ലേ അത്? അത് അറിയാതെ കൈപൊക്കിയതായിരുന്നു. രണ്ടാമത്തെ ഒരു സാധനം ഒന്നും കൂടെ കിട്ടിയാന്. അല്ല, ഞാനത് പറഞ്ഞു. നമ്മൾ ആ ഫുൾ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിലാണ്. കാര്യം അത് കടവന്ത്ര ഒറിജിനൽ പോലീസ് സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്രയും പെർമിഷൻ ഉള്ളൂ. ബാക്ക്ഡ്രോപ്പിൽ പോലീസ്. അപ്പൊ ഞങ്ങൾ രാവിലെ ചെന്നു, ഏർലി മോർണിംഗ് ആണ്, ലൈക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഷോട്ട് എടുത്ത് തുടങ്ങി. അപ്പൊ ഞങ്ങൾ ചെന്ന് ഇങ്ങനെ പെട്ടെന്ന് അപ്പൊ അതിനൊരു ഭയങ്കര ഡീറ്റെയിലിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യാനോ ശ്രദ്ധിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം സംഭവിച്ചു പോയത്. ബിജുചേട്ടാ, ഇതുപോലെ ആസിഫിക്കട അച്ഛൻ വേഷത്തിലേക്ക് വിളിച്ച സമയത്ത് ബിജുചേട്ടൻ രണ്ടാമത് ചിന്തിച്ചിരുന്നു അച്ഛൻ വേഷമൊക്കെ ചെയ്യാറായോ? പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് റഹ്മാൻ വരികയായിരുന്നു. ഞാനെന്ന് ഔഷധിയിലിരിക്കണം ഒഴിച്ചിരുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞെങ്കിൽ ചെയറിലിരുന്ന് സംസാരിച്ച് ചേട്ടന്ന് ഞാൻ ബെഡിലിരുന്നോട്ടെ. ഞാൻ ബെഡിൽ ഇങ്ങനെ കാല് മടക്കിയിരിക്കില്ലേ, നമ്മൾ സ്കീകരിക്കണ കാല് മടക്കി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് പറഞ്ഞു. ഞാൻ എന്താ ഈ ക്യാരക്ടർ, അച്ഛൻ ക്യാരക്ടർ ചെയ്യാൻ എന്താ, ഒരു 5 വാക്കിൽ എന്നെ കൺവിൻസ് ചെയ്തു. അതായത് ഒരു അച്ഛൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ട് പ്രായം തോന്നരുത്, ഒരു ബോണ്ട് ഉണ്ടാവും വേണം, എന്നാൽ ഒരു ഏജ്ഡ് ആളായിട്ട് തോന്നരുത്. കാരണം ഇയാൾക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് അപ്പൊ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ മനസ്സിൽ ഫീൽ ചെയ്യേ വേണ്ട ഇതാണെന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ വളരെ ലൈറ്റ് സിനിമയായിട്ട് പറ്റും നമ്മൾ ചെയ്തു വന്നപ്പോൾ ഞാൻ എനിക്ക് വെരി ഫ്രാങ്ക്ലി ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശരിക്കുള്ള ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തതെന്ന് പറയും. ശരിക്കുള്ള ഇൻറ്റൻസിറ്റി അപ്പോൾ അല്ലെങ്കിൽ വളരെ ചെറിയ സീൻസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോയുള്ളൂ. അല്ലെ എനിക്കൊരു മടി തോന്നിയില്ല എന്ന് പറയാം. എന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മുഴുനീളം ഒരു കോമഡി അങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. വേറെ ഒന്നല്ല, ഈ ഹ്യൂമർ ബേസ്ഡ് ചെയ്യുമ്പോൾ പ്ലസന്റ് ആയിരിക്കും സെറ്റപ്പ്. അങ്ങനത്തെ ഒരു ചിത്രം നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഞാൻ സിദ്ദിഖ് ലാൽ സാർമാരുടെ എൻ്റെ സിനിമയിൽ ദൈവത്തിന് നന്ദി കഴിഞ്ഞാൽ അടുത്ത ടൈറ്റിൽ താങ്ക്സ് ടു സിദ്ദിഖ് ലാൽ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സിനിമ കണ്ടിട്ട് സിനിമ ഡയറക്ടർ ആകണമെന്ന് ആഗ്രഹിക്കാനും കൊതിക്കാനും തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കേണ്ട പോലെ ആവശ്യം, അത്രയും ഇഷ്ടമാണ്. ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യം ലോകത്ത് വേറെ ഒന്നുമില്ല, അല്ലേ? എവിടെയോ ഒരു കാറ്റടിച്ചു. ജീവിതത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരു കരിയറിലെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് അഭിനയത്തിൽ നിന്ന് മറ്റു ഫീൽഡിലേക്ക് കടക്കുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഏതിലേക്കെങ്കിലും രണ്ടുപേരും ഇറങ്ങാൻ സാധ്യതയുണ്ടോ? സിനിമ വിട്ടുപോകുന്നു അല്ല, സിനിമയിൽ തന്നെ ബാക്കി മേഖലകളിലേക്ക്. പ്രൊഡക്ഷൻ, സംവിധാനം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ വിദൂരമായ കാര്യമാണ്. കാരണം അതൊക്കെ വളരെ
ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പണികൾ നന്നായിട്ട് പണിയെടുക്കണം. എളുപ്പപ്പണിയല്ല, വെറുതെ കാര്യമായിട്ട് ചെയ്യണം. അത്രയും ഒരു പേഷ്യൻസ് എനിക്കില്ല. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആസിഫിക്കാണെങ്കിലോ ഉറപ്പായിട്ടും ഡിറക്ഷൻ ഉണ്ടാവും. എനിക്ക് സിനിമയുടെ എല്ലാ മേഖലകളും അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. സിനിമ എപ്പോഴും ഒരു അത്ഭുതമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ ആംഗിളിൽ നിന്നും അത് മനസ്സിലാക്കണം എന്നുണ്ട്. അത് പറഞ്ഞാൽ എപ്പോഴാണെന്നൊന്നും അറിയില്ല, പക്ഷെ അത് സംഭവിക്കും. വൈകാതെ ഡയറക്റ്റഡ് ബൈ ആസിഫ് അലി എന്ന് പറഞ്ഞ് കാണാം. വൈകാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും അത് സംഭവിക്കും. പുഷ്പ 2ന്റെ അപ്ഡേറ്റ്സുകളൊന്ന് പറയാവോ? പുഷ്പ 2 അവർ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ജൂലൈയിൽ ഒരാഴ്ചയാണ്. അപ്പോൾ ഉണ്ടാകും എന്ന് പറയുന്നു. ആക്ച്വലി നവംബറിലും ഒക്ടോബറിലും ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അവരെനിക്ക് തോന്നുന്നു പുഷ്പ 1 ചെയ്യുന്ന സമയത്ത് ഇത്രയേറെ ഒന്നും ഹിറ്റാവും നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല, ഇത്രയും വലിയ ഹിറ്റാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഷൂട്ട് നടക്കുക എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ശരി, തലവൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഓഫർ ചെയ്യുന്ന ഒരു സംഭവം എന്തായിരിക്കാം? പറയൂ തലവ. അല്ല, പ്രേക്ഷകർക്ക് ഓഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒരു എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ എല്ലാ പ്രേക്ഷകർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന, കുട്ടികൾക്കായാലും ഒക്കെ, പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ള, കുറ്റാന്വേഷണ സിനിമ ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ചുകൂടി കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന സോൾഫുൾ ആയിട്ടുള്ളൊരു കഥ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയേണ്ടത് 24-ാം തീയതി മുതൽ പ്രേക്ഷകരാണ്. അതിനെക്കുറിച്ച് വേറെ ഒരു വീരവാദവും ഞങ്ങൾ 3 പേരും പറയുന്നില്ല. പൂർണ്ണമായിട്ടും പ്രേക്ഷകരാണ് പറയേണ്ടത്. മെയ് 24-ാം തീയതി റിലീസാണ്. തീർച്ചയായിട്ടും ഞാനൊരു പുതിയ ജോണറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ ഉള്ളറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും പാവങ്ങളായിരിക്കും. എല്ലാവരും പോലീസുകാർ മാത്രമല്ല, എല്ലാവരും ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ശരി, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മലയാള സിനിമയുടെ ബെസ്റ്റ് ടൈമാണ്. ആ ടൈമിന്റെ ഭാഗമാവട്ടെ തലവനും. തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു തലവന്. താങ്ക് യു.